മജ്മുനികായ 152 ഇന്ദ്രിയ ഭാവന സുത്ത്. ഇന്ദ്രിയത്തിൻ്റെ ഭാവന അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ എങ്ങനെ ധ്യാനിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഈ സുത്ത്. ഭാവന എന്ന വാക്കിന് ധ്യാനം എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക, അങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം ഉണ്ട്. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ ഖജങ്കള എന്ന് പറയുന്ന സ്ഥലത്ത് മുളയുടെ വനത്തിൽ വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് പരാശരീയ എന്ന ബ്രാഹ്മണൻ്റെ ശിഷ്യനായിട്ടുള്ള ഉത്തര എന്ന പറയുന്ന ഒരു ബ്രാഹ്മണ വിദ്യാർത്ഥി ഭഗവാന്റെ അടുത്ത് വന്നു, അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് ഭഗവാനുമായിട്ട് കുശല പ്രശ്നങ്ങൾ ചെയ്തു. വന്ദനിക്കും കുശല പ്രശ്നങ്ങൾക്കും ശേഷം ആ ബ്രാഹ്മണ വിദ്യാർത്ഥി ഒരു ഭാഗത്ത് ഇരുന്നു. അപ്പോൾ ഭഗവാൻ ആ ബ്രാഹ്മണ വിദ്യാർത്ഥിയോട് ഇങ്ങനെ പറഞ്ഞു: ഉത്തര, പരാശര ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഇന്ദ്രിയ ഭാവനയെക്കുറിച്ചിട്ട് പഠിപ്പിക്കാറുണ്ടോ? അപ്പോൾ ഉത്തര ബ്രാഹ്മണൻ പറഞ്ഞു: അതേ ബന്ദേ, പരാശര ബ്രാഹ്മണൻ ശിഷ്യന്മാർക്ക് ഇന്ദ്രിയ ഭാവനയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: ഉത്തര, എങ്ങനെയാണ് പരാശരീയ ബ്രാഹ്മണൻ ഇന്ദ്രിയന്മാർക്ക് ഇന്ദ്രിയ ഭാവനയെക്കുറിച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അപ്പോൾ ഉത്തര എന്ന് പറയുന്ന ബ്രാഹ്മണ വിദ്യാർത്ഥി പറഞ്ഞു: ഗൗതമശാസ്ത്ര, കണ്ണിനാൽ രൂപം കാണുന്നില്ല, കാതിനാൽ ശബ്ദം കേൾക്കുന്നില്ല. അങ്ങനെയാണ് പരാശരീയ ബ്രാഹ്മണൻ തൻ്റെ ശിഷ്യന്മാർക്ക് ഇന്ദ്രിയ ഭാവനയെക്കുറിച്ചിട്ട് ഉപദേശിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: അങ്ങനെയാണെങ്കിൽ ഉത്തര, അന്ധനായിട്ടുള്ള ഒരു വ്യക്തി, ബധിരനായിട്ടുള്ള ഒരു വ്യക്തി, അവർ രണ്ടുപേരും ഇന്ദ്രിയ ഭാവന പൂർത്തിയായിട്ടുണ്ടായിരിക്കും. പരാശര ബ്രാഹ്മണൻ പറഞ്ഞതനുസരിച്ച് അവർ രണ്ടുപേരും ഇന്ദ്രിയ ഭാവന പൂർത്തിയായിരിക്കും. എന്തെന്നാൽ അന്ധനായിട്ടുള്ള വ്യക്തി തൻ്റെ കണ്ണുകൾ കൊണ്ട് രൂപം കാണുന്നില്ല, ബധിരനായിട്ടുള്ള വ്യക്തി തൻ്റെ കാതുകൾ കൊണ്ട് ശബ്ദം കേൾക്കുന്നില്ല. ഭഗവാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഉത്തരൻ എന്ന ബ്രാഹ്മണൻ നിശബ്ദനായി, മൂകനായി, തോളുകൾ താഴ്ത്തി താഴത്തേക്ക് നോക്കി ഒന്നും പറയാനില്ലാതെ വിഷമിച്ച് ഇരുന്നു. ഇത് അറിഞ്ഞപ്പോൾ ഭഗവാൻ ആയുഷ്മാൻ ആനന്ദനോട് ഇങ്ങനെ പറഞ്ഞു: ആനന്ദ, പരാശര ബ്രാഹ്മണൻ തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഇന്ദ്രിയ ഭാവന ആര്യ വിനയത്തിലെ അനുത്തരമായിട്ടുള്ള ഇന്ദ്രിയ ഭാവനയിൽ നിന്നും തീർത്തും വിഭിന്നമാണ്. അനുത്തരം എന്ന് പറയുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇന്ദ്രിയ ഭാവനയിൽ നിന്ന് തീർത്തും വിഭിന്നമാണ്. അപ്പോൾ ആയുഷ്മാൻ ആനന്ദൻ പറഞ്ഞു: ഭഗവാനെ, ഇതാണ് കാലം, സുഗത, ഇതാണ് സമയം. ഭഗവാൻ ആര്യവിനയത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഇന്ദ്രിയ ഭാവനയെക്കുറിച്ചിട്ട് പഠിപ്പിച്ചാലും ഭിക്ഷുകൾ ആ ഉപദേശത്തെ കേട്ടുകൊണ്ട് അതിനെ ധാരണം ചെയ്യുന്നതാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: എങ്കിൽ ശരി ആനന്ദ, ശ്രദ്ധാപൂർവം കേൾക്കുക, ഞാൻ പറയാം. ശരി ബന്ദേ എന്ന് പറയുന്ന ആയുഷ്മാൻ ആനന്ദൻ പ്രത്യുത്തരം കൊടുത്തു. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ആനന്ദ, ആര്യ വിനയമേ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇന്ദ്രിയ ഭാവന എപ്രകാരമാണ് അഭ്യസിക്കുന്നത്? ഒരു ഭിക്ഷു തൻ്റെ കണ്ണുകൊണ്ട് രൂപം കാണുകയാണ് എങ്കിൽ ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉയരാം, പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉയരാം, അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉയരാം. അതായത് പറയുന്നതിൻ്റെ അർത്ഥം, നമ്മൾ കണ്ണുകൊണ്ട് രൂപം കാണുന്ന സമയത്ത് ഒരുപക്ഷേ നമ്മൾക്ക് സന്തോഷമുണ്ടാകാം, ഒരുപക്ഷേ നമ്മൾക്ക് ദ്വേഷമുണ്ടാകാം, ഒരുപക്ഷേ നമ്മൾക്ക് സന്തോഷവും ദേഷ്യവും ഇടകലർന്ന ന്യൂട്രലായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകാം. ഇതാണ് ഇനി പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും രത്നച്ചുരുക്കം. അപ്പോൾ ആ ഭിക്ഷു പ്രജ്ഞയാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു: ഏതൊന്ന് അനുകൂലമാണോ, ഏതൊന്ന് പ്രതികൂലമാണോ, ഏതൊന്ന് അനുകൂലവും പ്രതികൂലവുമാണോ, അതായത് ന്യൂട്രലായിട്ടുള്ളതാണോ, അത് എന്നിൽ ഉണർന്നിട്ടുണ്ട്. എന്നാൽ അത് സംസ്കാരങ്ങളിൽ നിന്നുണ്ടായതാണ്, സ്ഥൂലമാണ്, പഠിച്ച സമുത്പാദം, അതായത് കാരണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്, ഒരു പ്രത്യേകത്തിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ളതാണ്. എന്നാൽ ഈ ഉപേക്ഷ അല്ലെങ്കിൽ സമത, ഇത് ശാന്തമാണ്, സൂക്ഷ്മമാണ്. അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിനിൽ ഉൽപ്പന്നമായിട്ടുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ അവസാനിക്കുന്നു. ആ ഭിക്ഷുവിൽ ഉപേക്ഷ അല്ലെങ്കിൽ സമത സ്ഥിരമാകുന്നു. അതായത് ഇവിടെ സംഭവിക്കുന്നത്, കണ്ണുകൊണ്ട് നമ്മൾ രൂപത്തെ കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ രാഗമുണ്ടാകാം, ദ്വേഷമുണ്ടാകാം, അല്ലെങ്കിൽ മിശ്രിതമായിട്ടുള്ള ഒരു വികാരമുണ്ടാകാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിൽ രാഗമോ ദ്വേഷമോ മിശ്രിതമായിട്ടുള്ള വികാരമോ ഉണ്ടായി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് സംസ്കാരങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്, ഇത് സ്ഥൂലമാണ്, ഇത് കാരണങ്ങളാൽ ഉണ്ടായിട്ടുള്ളതാണ്.
എന്നാൽ ഈ ഉപേക്ഷ അല്ലെങ്കിൽ സമത എന്ന് പറയുന്നത് ശാന്തമാണ്, ഉത്തമമാണ് എന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആ വികാരങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല. പ്രജ്ഞയാലാണ് ഇവിടെ നോക്കുന്നത്. ആനന്ദ ഇതിൻ്റെ ഉദാഹരണം, കണ്ണുള്ള ഒരു പുരുഷൻ തൻ്റെ കണ്ണുകളെ തുറക്കുന്നു, അടയ്ക്കുന്നു, അതേപോലെ തന്നെ കണ്ണുകളെ അടയ്ക്കുന്നു, തുറക്കുന്നു. അത്ര വേഗത്തിൽ, അത്ര പെട്ടെന്ന് തന്നെ ആ ഭിക്ഷുവിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള അനുകൂലവും പ്രതികൂലവും അല്ലെങ്കിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഇല്ലാതാകുന്നു. ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ഉപേക്ഷ അല്ലെങ്കിൽ സമത പ്രതിഷ്ഠിതമാവുന്നു. ഇവിടെ അനുകൂലം പ്രതികൂലം എന്ന് പറയുമ്പോൾ സന്തോഷവും അതേപോലെ തന്നെ ദുഃഖവും അല്ലെങ്കിൽ ദേഷ്യവും. അനുകൂലം പ്രതികൂലം രണ്ടും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ അദുഃഖം, അസുഖം അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് പറയാം. രണ്ടുമല്ലാത്തൊരവസ്ഥ. ഈ 3 തരത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്. ആനന്ദ, ആര്യന്മാരുടെ വിനയത്തിൽ ചക്ഷുവിനാൽ രൂപം കാണുന്ന സമയത്ത് ഇപ്രകാരമാണ് ഏറ്റവും അനുത്തരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഇന്ദ്രിയഭാവന അഭ്യസിക്കുന്നത്. വീണ്ടും ആനന്ദ, ഒരു ഭിക്ഷു തൻ്റെ കാതിനാൽ ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വിചാരങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉയരുന്നു. അപ്പോൾ അവർ പ്രജ്ഞാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഏതൊന്ന് അനുകൂലമാണോ, ഏതൊന്ന് പ്രതികൂലമാണോ, ഏതൊന്ന് അനുകൂലവും പ്രതികൂലവുമാണോ അത് എന്നിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം സംസ്കാരങ്ങളാൽ ഉണ്ടായിട്ടുള്ളതാണ്, സ്ഥൂലമാണ്, പഠിച്ച സമുത്പാദമാണ്, അതായത് കാരണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഈ ഉപേക്ഷ അല്ലെങ്കിൽ സമത എന്ന് പറയുന്നത് ശാന്തമാണ്, സൂക്ഷ്മമാണ്. അപ്പോൾ ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വിചാരങ്ങൾ ഉടൻ തന്നെ ഇല്ലാതാകുന്നു. അവരുടെ ഉപേക്ഷ സ്ഥിരമാകുന്നു. ഉദാഹരണമായിട്ട് ആനന്ദ, ഒരു ബലവാനായിട്ടുള്ള പുരുഷൻ ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ തൻ്റെ കൈവിരൽ കൊണ്ട് ഞൊടിക്കുന്നു. അത്ര വേഗത്തിൽ, അത്ര പെട്ടെന്ന് ആ ഭിക്ഷുവിൽ ഉണ്ടായിട്ടുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതാകുന്നു. ആ ഭിക്ഷുവിൽ സമത അല്ലെങ്കിൽ ഉപേക്ഷ പ്രതിഷ്ഠിതമാകുന്നു. ആനന്ദ, ആര്യന്മാരുടെ വിനയത്തിൽ കാതിനാൽ ശബ്ദം കേൾക്കുന്ന സമയത്ത് ഈ തരത്തിലാണ് അനുത്തരമായിട്ടുള്ള ഇന്ദ്രിയഭാവന അഭ്യസിക്കുന്നത്. വീണ്ടും ആനന്ദ, ഒരു ഭിക്ഷു തൻ്റെ മൂക്കുകൊണ്ട് ഒരു ഗന്ധം ശ്വസിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വിചാരങ്ങൾ ഉൽപ്പന്നമാകുന്നു. അപ്പോൾ അവർ പ്രജ്ഞയാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഏതൊന്ന് അനുകൂലമാണോ, ഏതൊന്ന് പ്രതികൂലമാണോ, അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങളാണോ അത് എന്നിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത് സംസ്കാരങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്, സ്ഥൂലമാണ്, കാരണങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ ഈ ഉപേക്ഷ അല്ലെങ്കിൽ സമത എന്ന് പറയുന്നത് ശാന്തമാണ്, സൂക്ഷ്മമാണ്. അപ്പോൾ അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ അവസാനിക്കുന്നു. അവരുടെ ഉപേക്ഷ അല്ലെങ്കിൽ സമത സ്ഥിരമാകുന്നു. ആനന്ദ, ഉദാഹരണത്തിന് ഒരു തുള്ളി വെള്ളം ഒരു താമരയുടെ ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ താഴത്തേക്ക് ഉരുണ്ടു പോകുന്നു. അത് ആ ഇലയിൽ ഒട്ടിപ്പിടിക്കുന്നില്ല. അത്ര വേഗത്തിൽ, അത്ര പെട്ടെന്ന് തന്നെയാണ് ഏതൊന്ന് ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ അനുകൂലമോ പ്രതികൂലമോ അല്ലാത്തത് ഉൽപ്പന്നമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരിൽ അത് ഇല്ലാതാകുന്നു. അവരുടെ ഉപേക്ഷ അല്ലെങ്കിൽ സമത സ്ഥിരമാകുന്നു. ആനന്ദ, ആര്യന്മാരുടെ വിനയത്തിൽ മൂക്കുകൊണ്ട് ഒരു ഗന്ധം ശ്വസിക്കുന്ന സമയത്ത് ഇപ്രകാരമാണ് അനുത്തരമായിട്ടുള്ള ഇന്ദ്രിയഭാവന അഭ്യസിക്കുന്നത്. വീണ്ടും ആനന്ദ, ഒരു ഭിക്ഷു തൻ്റെ നാവുകൊണ്ട് ഒരു രസം സ്പർശിക്കുന്നു. അപ്പോൾ അത് അനുകൂലമാകാം, പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉയരാവുന്നതാണ്. അപ്പോൾ അവർ പ്രജ്ഞയാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഏതൊന്ന് അനുകൂലമാണോ, ഏതൊന്ന് പ്രതികൂലമാണോ, ഏതൊന്ന് പ്രതികൂലവുമാണോ അത് എന്നിൽ ഉണർന്നിട്ടുണ്ട്. പക്ഷേ ഇത് സംസ്കാരങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്, സ്ഥൂലമാണ്, കാരണങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ ഈ ഉപേക്ഷ അല്ലെങ്കിൽ സമത ഇത് ശാന്തമാണ്, സൂക്ഷ്മമാണ്. അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ആ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ആ ഭിക്ഷുവിൽ ഇല്ലാതാകുന്നു. ഉപേക്ഷ സ്ഥിരമാകുന്നു. ആനന്ദ, ഉദാഹരണമായിട്ട് ഒരു ബലവാനായിട്ടുള്ള പുരുഷൻ തൻ്റെ നാവിൻ്റെ തുമ്പിൽ ധാരാളം തുപ്പലുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ആ വ്യക്തിക്ക് ആ തുപ്പലിനെ തുപ്പിക്കളയാൻ സാധിക്കുന്നു. അത്ര വേഗത്തിൽ, അത്ര പെട്ടെന്ന് തന്നെ, അത്ര എളുപ്പത്തിൽ തന്നെ ആ അനുകൂലവും
അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ആ ഭിക്ഷുവിൽ ഉയർന്നത് അത് അവസാനിക്കുന്നു, ഇല്ലാതാവുന്നു. ആ ഭിക്ഷുവിൻ്റെ മനസ്സിലുള്ള ഉപേക്ഷ സ്ഥിരമാകുന്നു. ആര്യന്മാരുടെ വിനയത്തിൽ നാവിനാൽ രുചി സ്പർശിക്കുന്ന സമയത്ത് അനുത്തരമായിട്ടുള്ള ഇന്ദ്രിയ ഭാവന ഇപ്രകാരമാണ് ചെയ്യുന്നത്. വീണ്ടും ആനന്ദ, ഒരു ഭിക്ഷു ശരീരം കൊണ്ട് ഒരു വസ്തുവിനെ സ്പർശിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ഉയരാവുന്നതാണ്. അപ്പോൾ അവർ പ്രജ്ഞയാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഏതൊന്ന് അനുകൂലമാണോ ഏതൊന്ന് പ്രതികൂലമാണോ, അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ അത് എന്നിൽ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത് സംസ്കാരത്താൽ പ്രേരിതമാണ്, സ്ഥൂലമാണ്, കാരണങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. എന്നാൽ ഈ ഉപേക്ഷ എന്ന് പറയുന്നത് ശാന്തമാണ്, സൂക്ഷ്മമാണ്. അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഉൽപ്പന്നമായിട്ടുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ അവസാനിക്കുന്നു. അവരുടെ മനസ്സിലെ ഉപേക്ഷ സ്ഥിരമാകുന്നു. ആനന്ദ, ഒരു ബലവാനായിട്ടുള്ള പുരുഷൻ തൻ്റെ 2 കൈകളെയും അകറ്റുന്നു, അടുപ്പിക്കുന്നു. അത്ര വേഗത്തിൽ, അത്ര പെട്ടെന്ന്, അത്ര എളുപ്പത്തിലാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ അവരിൽ ഇല്ലാതാകുന്നത്. അവരുടെ മനസ്സിൽ ഉപേക്ഷ അല്ലെങ്കിൽ സമത സ്ഥിരമാകുന്നത്. ആര്യന്മാരുടെ വിനയത്തിൽ ശരീരം കൊണ്ട് ഒരു വസ്തുവിനെ സ്പർശിക്കുന്ന സമയത്ത് ഇപ്രകാരമാണ് അനുത്തരമായിട്ടുള്ള ഇന്ദ്രിയ ഭാവന അഭ്യസിക്കുന്നത്. വീണ്ടും ആനന്ദ, ഒരു ഭിക്ഷു മനസ്സിൽ ഒരു ധർമ്മത്തെ അറിയുന്ന സമയത്ത് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ഉയരുന്നു. അപ്പോൾ ആ ഭിക്ഷു പ്രജ്ഞയാൽ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ഏതൊന്ന് അനുകൂലമാണോ ഏതൊന്ന് പ്രതികൂലമാണോ, അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങളാണോ അത് എന്നിൽ ഉണർന്നിട്ടുണ്ട്. എന്നാൽ ഇത് സംസ്കാരത്താൽ പ്രേരിതമാണ്, സ്ഥൂലമാണ്, കാരണങ്ങളിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ളതാണ്. എന്നാൽ ഈ ഉപേക്ഷ എന്ന് പറയുന്നത് ശാന്തമാണ്, സൂക്ഷ്മമാണ്. അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ആ ഉൽപ്പന്നമായിട്ടുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ആ ഭിക്ഷുവിൽ ഇല്ലാതാകുന്നു. ഉപേക്ഷ ആ ഭിക്ഷുവിൽ സ്ഥിരമാകുന്നു. ആനന്ദ, ഒരു ബലവാനായിട്ടുള്ള വ്യക്തി 2-3 വെള്ളത്തിൻ്റെ തുള്ളികൾ ദിവസം മുഴുവനും ചൂട് പിടിച്ച മൂശിയിലേക്ക് ഇടുന്ന സമയത്ത് ആ വെള്ളത്തുള്ളികൾ പതുക്കെയായിരിക്കും വീഴുക. പക്ഷേ വീണ ഉടനെ ആ വെള്ളത്തുള്ളികൾ ആവിയായിട്ട് പോകുന്നു, അത് ഉണങ്ങുന്നു. ആനന്ദ, അത്ര വേഗത്തിൽ, അത്ര പെട്ടെന്ന് തന്നെ, അത്ര എളുപ്പത്തിൽ തന്നെ ഏതൊരു അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ആ ഭിക്ഷുവിൽ ഉണർന്നിട്ടുണ്ടോ അത് ഉടൻ തന്നെ അവസാനിക്കുന്നു. സമത ആ വ്യക്തിയിൽ സ്ഥിരമാകുന്നു. ആര്യന്മാരുടെ വിനയത്തിൽ മനസ്സിനാൽ ധർമ്മത്തെ അറിയുന്ന സമയത്ത് ഈ തരത്തിലാണ് അനുത്തരമായിട്ടുള്ള ഇന്ദ്രിയ ഭാവന അഭ്യസിക്കുന്നത്. ഇപ്രകാരമാണ് ആനന്ദ ആര്യന്മാരുടെ വിനയത്തിൽ അനുത്തരം അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഇന്ദ്രിയ ഭാവന അഭ്യസിക്കുന്നത്. അടുത്തതായിട്ട് ഭഗവാൻ പറയുന്നത് പഠിക്കുന്ന വ്യക്തികൾ, അതായത് പുതുതായിട്ട് പഠിക്കുന്ന വ്യക്തികൾ എപ്രകാരമാണ് അഭ്യസിക്കുന്നത് എന്നാണ്. ആനന്ദ, പഠിക്കുന്ന വ്യക്തിയുടെ മാർഗം എന്താണ്? കഥഞ്ചാനന്ദ സെഖാഹോതി പടിപത. ആനന്ദ, ഒരു ഭിക്ഷു തൻ്റെ കണ്ണിനാൽ രൂപത്തെ കാണുന്ന സമയത്ത് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തിയിൽ ഉണരുന്നു. അപ്പോൾ ആ ഭിക്ഷുവിൽ ക്രോധം, ഘൃണ, വെറുപ്പ് തുടങ്ങിയവ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ആ ഭിക്ഷു കാതിനാൽ ശബ്ദത്തെ കേൾക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധം, ഘൃണ, വെറുപ്പ് ഇവ ഉണ്ടാകുന്നു. ആ ഭിക്ഷു മൂക്കിനാൽ ഒരു ഗന്ധം ശ്വസിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധം, ഘൃണ, വെറുപ്പ് തുടങ്ങിയവ ഉണ്ടാകുന്നു. ആ ഭിക്ഷു നാവിനാൽ ഒരു രസത്തെ രുചിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധം, ഘൃണ, വെറുപ്പ് ഇവ ഉണ്ടാകുന്നു. ആ ഭിക്ഷു ശരീരത്താൽ ഒരു സ്പർശവ്യ പദാർത്ഥത്തെ സ്പർശിക്കുന്ന സമയത്ത് ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധം, ഘൃണ, വെറുപ്പ് ഇവ ഉണ്ടാകുന്നു. ആ ഭിക്ഷു തൻ്റെ മനസ്സിൽ ഒരു ധർമ്മത്തെ ആലോചിക്കുന്ന സമയത്ത് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നു. അതുമൂലം ആ ഭിക്ഷുവിൻ്റെ മനസ്സിൽ ക്രോധവും ഘൃണയും വെറുപ്പും ഉണ്ടാകുന്നു. ആനന്ദ, ഇപ്രകാരമാണ് പഠിക്കുന്ന ഒരു ഭിക്ഷു അഭ്യസിക്കുന്നത്. ഇനി ഭഗവാൻ പറയുന്നത് ഇന്ദ്രിയ ഭാവന പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ആര്യ വ്യക്തി, അതായത് മുക്തനായിട്ടുള്ള വ്യക്തി എപ്രകാരമാണ് അഭ്യസിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്.
കഥഞ്ചാനന്ദ അരിയോ ഹോതി ഭാവിതേന്ദ്രിയോ. ഭാവന പൂർത്തിയായിട്ടുള്ള അരിയന്മാർ എപ്രകാരമാണ് അഭ്യസിക്കുന്നത്? ആനന്ദ, ഒരു ഭിക്ഷു ചക്ഷുവിനാൽ രൂപത്തെ കാണുന്ന സമയത്ത് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ ആ ഭിക്ഷുവിൽ ഉണരുന്നു. അഥവാ ആ ഭിക്ഷു ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്: പ്രതികൂലമായിട്ടുള്ള കാര്യത്തിൽ അപ്പടികൂല സഞ്ജ, അതായത് അനുകൂല സഞ്ജയാൽ ഞാൻ വിഹരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അനുകൂല സഞ്ജയാൽ ആ ഭിക്ഷു അവിടെ വിഹരിക്കുന്നു. അല്ലെങ്കിൽ ആ ഭിക്ഷു ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്: അനുകൂലമായിട്ടുള്ള കാര്യത്തിൽ പ്രതികൂല സഞ്ജ കൊണ്ട് വിഹരിക്കണം എങ്കിൽ പ്രതികൂല സഞ്ജ കൊണ്ട് ആ ഭിക്ഷു അവിടെ വിഹരിക്കുന്നു. ആനന്ദ, ആ ഭിക്ഷു ഇങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രതികൂലവും അനുകൂലവുമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂല സഞ്ജ അല്ലെങ്കിൽ അപ്പടികൂല സഞ്ജ അതുകൊണ്ട് വിഹരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അനുകൂല സഞ്ജ കൊണ്ട് ആ ഭിക്ഷു വിഹരിക്കുന്നു. അഥവാ ആനന്ദ, ആ ഭിക്ഷു ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്: അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യത്തിൽ പ്രതികൂല സഞ്ജ കൊണ്ട് വിഹരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രതികൂല സഞ്ജ കൊണ്ട് വിഹരിക്കുന്നു. എന്നാൽ ആ ഭിക്ഷു ആഗ്രഹിക്കുകയാണ്: പ്രതികൂലത്തെയും അനുകൂലത്തെയും രണ്ടിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഉപേക്ഷയോടുകൂടി സതീ സമ്പജന്യത്തോടുകൂടി വിഹരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ രണ്ടിനെയും ഉപേക്ഷിച്ച് സതീ സമ്പജന്യത്തോടുകൂടി വിഹരിക്കുന്നു. മേൽപ്പറഞ്ഞ രീതിയിൽ തന്നെയാണ് കാതിനാൽ ശബ്ദം കേൾക്കുന്ന സമയത്ത് അവർ ചെയ്യുന്നത്, മൂക്കിനാൽ ഗന്ധം ശ്വസിക്കുന്ന സമയത്ത് അവർ ചെയ്യുന്നത്, നാവിനാൽ രുചി സ്പർശിക്കുന്ന സമയത്ത് അവർ ചെയ്യുന്നത്, ശരീരത്താൽ സ്പർശം ഉണ്ടാകുന്ന സമയത്ത് അവർ ചെയ്യുന്നത്, മനസ്സിൽ ധർമ്മം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിൽ ഉയരുന്നു. അവർ അങ്ങനെ ആഗ്രഹിക്കുകയാണ്: പ്രതികൂലമായിട്ടുള്ള കാര്യത്തിൽ അനുകൂല സഞ്ജ കൊണ്ട് വിഹരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അനുകൂല സഞ്ജ കൊണ്ട് അവർ വിഹരിക്കുന്നു. അവർ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്: അനുകൂലമായിട്ടുള്ള കാര്യത്തിൽ പ്രതികൂലമായിട്ടുള്ള സഞ്ജ കൊണ്ട് വിഹരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ പ്രതികൂലമായിട്ടുള്ള സഞ്ജ കൊണ്ട് അവിടെ വിഹരിക്കുന്നു. അവർ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്: പ്രതികൂലവും അനുകൂലവുമായിട്ടുള്ള കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള സഞ്ജ കൊണ്ട് വിഹരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ അനുകൂല സഞ്ജ കൊണ്ട് അവർ വിഹരിക്കുന്നു. അഥവാ അവർ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്: അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള കാര്യത്തിൽ പ്രതികൂല സഞ്ജ കൊണ്ട് വിഹരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രതികൂല സഞ്ജ കൊണ്ട് അവർ വിഹരിക്കുന്നു. അഥവാ അവർ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്: പ്രതികൂലവും അനുകൂലം ആയിട്ടുള്ള ആ രണ്ട് കാര്യത്തെയും ഞാൻ ഉപേക്ഷിച്ചുകൊണ്ട് ഉപേക്ഷയോടുകൂടി സതിയോടുകൂടി സമ്പജന്യത്തോടുകൂടി വിഹരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ രണ്ടിനെയും ഉപേക്ഷിച്ച് ഉപേക്ഷയോടുകൂടി സതി സമ്പജന്യത്തോടുകൂടി ആ ഭിക്ഷു വിഹരിക്കുന്നു. ഇപ്രകാരമാണ് ആനന്ദ ഇന്ദ്രിയ ഭാവന ചെയ്തിട്ടുള്ള ഒരു ആര്യൻ വിഹരിക്കുന്നത്. അതിനാൽ ആനന്ദ, ഞാൻ ആര്യന്മാരുടെ വിനയത്തിലെ അനുത്തരമായിട്ടുള്ള ഇന്ദ്രിയ ഭാവനയെ പഠിപ്പിച്ചു, പഠിക്കുന്നവരുടെ പാതയെപ്പറ്റിയും പഠിപ്പിച്ചു. ഇന്ദ്രിയ ഭാവന പൂർത്തിയാക്കിയിട്ടുള്ള ആര്യന്മാരുടെ പാതയെക്കുറിച്ചിട്ട് ഞാൻ വിവരിച്ചു. ആനന്ദ, ഒരു ശാസ്താവ് കരുണ മൂലം ശ്രാവകൻ്റെ ഹിതത്തിനായിട്ട് അനുകമ്പ കൊണ്ട് ശിഷ്യനിൽ അനുകമ്പയും ദയയും കൊണ്ട് ഏതൊന്ന് ശിഷ്യന് ഏറ്റവും ഹിതമാണോ അത് ഞാൻ ചെയ്തു. ആനന്ദ, ഇവിടെ വൃക്ഷങ്ങളുടെ മൂലങ്ങളുണ്ട്, നിർജ്ജനമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ട്. അതിനാൽ ധ്യാനിക്കുക, ആലസ്യത്തിൽ സമയം ചെലവഴിക്കരുത്. അതിനാൽ പിന്നീട് ഭാവിയിൽ പശ്ചാത്തപിക്കേണ്ടി വരും. ഇതാണ് താങ്കൾക്കുള്ള എൻ്റെ നിർദ്ദേശം. അതാണ് ഭഗവാൻ പറഞ്ഞത്. ആയുഷ്മാൻ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സമ്മതിച്ചു, അതിൽ തൃപ്തനായി, സന്തുഷ്ടനായി. ഇന്ദ്രിയ ഭാവന സൂത്രം നിഠിതം. ഇന്ദ്രിയത്തെ നമ്മൾ എങ്ങനെ ഭാവന ചെയ്യണം എന്നാണ് ഈ സൂത്രത്തിൻ്റെ അടിസ്ഥാനം. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കുറച്ച് സമയം പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.